സ്റ്റേജ്. നമ്മുടെ മം ടുബിയും ഡാഡ് ടുബിയും വരാണ്. നല്ലൊരു ക്ലാപ്പ് ഒക്കെ കൊടുക്കാട്ടോ. ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് ഇൻഫ്ലുവൻസറും ബോഡി ബിൽഡറും ആയിട്ടുള്ള ആര്യ ആദർശയുടെ വളകാപ്പ് ചടങ്ങിനാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കൊല്ലം ATSK ഗാർഡനിൽ വെച്ചിട്ടാണ് നമുക്ക് ഫങ്ഷൻസ് നടന്നിരുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോം ടുബേയും ഡാഡ് ടുബേയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ദെൻ അവർ പരസ്പരം ഹാരം അണിയിച്ചു. ആദർശ ആര്യയ്ക്ക് ആരതി ഒഴിഞ്ഞു, വളയിട്ട് കൊടുത്തു, സ്വീറ്റ്സ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഓരോ പരിപാടികളായിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും മാത്രമാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളും സ്റ്റേജിലെത്തി. സത്യം പറഞ്ഞാൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞ് വളയിടുന്ന കാര്യം നമ്മൾ മറന്നുപോയി. ആദ്യം തന്നെ സ്വീറ്റ്സ് ആണ് എടുത്തത്. പിന്നീട് ഫ്രണ്ട്സ് ഓർമ്മിപ്പിച്ചപ്പോഴാണ് വളയിടുന്ന കാര്യം തന്നെ നമ്മൾ ഓർത്തത്. അങ്ങനെ ആര്യയ്ക്ക് നമ്മൾ വളയിട്ട് കൊടുത്തു. അതിനുശേഷം സ്വീറ്റ്സ് കൊടുത്തു. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആര്യയുടെ മേക്ക് ഓവറും അതുപോലെ തന്നെ കോസ്റ്റ്യൂമുമാണ്. ഒരു രക്ഷയില്ലായിരുന്നു, വളരെ ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിത് ആര്യമായിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഫ്രണ്ട്സ് എന്നല്ല, അവരെ ഫാമിലി എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഒരു കുട്ടി ഗെയിം, അതായത് ഒരു കുട്ടി ട്രീ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ബേബി ഗേൾ ആണോ ബോയ് ആണോ. ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക് കളർ, ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ കളർ. ഞാൻ പിങ്ക് കളറാണ് കൊടുത്തത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബേബി ഗേളിനെയാണ്. അതിനുശേഷം നമുക്കവിടെ നമ്മുടെ നെയിം എഴുതാം. ആരാണോ അത് ചെയ്തത് അവരുടെ നെയിം എഴുതാം. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എഴുതിയതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് നമ്മൾ കടന്നു ഫുഡ് കഴിക്കുക. വളരെ നല്ല ഫുഡായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. വ്ളോഗിൽ വരുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കൈയൊക്കെ വീശി കാണിക്കുന്നത്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും നമുക്ക് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ വരുന്ന വഴി ഒരു കടയിൽ കയറി എല്ലാവരും ഒരു സോഡാ ലൈമൊക്കെ കുടിച്ചിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. നമുക്ക് വേഗം വീട്ടിലെത്തണം, കാരണം നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്.